റിലേഷൻ ആൻഡ് ഫംഗ്ഷനിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പഠിപ്പിച്ചു തരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, എ ഫംഗ്ഷൻ എഫ് ഫ്രം എക്സ് ടു വൈ ഈസ് ഓൺ ടു ഇഫ് ആൻഡ് ഓൺലി ഇഫ് റേഞ്ച് ഓഫ് എഫ്. ഒരു ഫംഗ്ഷൻ ഓൺ ടു ആകണമെങ്കിൽ ആ ഫംഗ്ഷന്റെ റേഞ്ചും കോഡൊമൈനും ഈക്വൽ ആയിരിക്കണം. ഓൺ ടു ആകുന്ന കണ്ടീഷൻ കൃത്യമായിട്ട് ആലോചിച്ച് വെക്കുക. റേഞ്ച് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ. അങ്ങനെയാണെങ്കിൽ ഈ ഫംഗ്ഷൻ ഓൺ ടു ആണെങ്കിൽ ഇതിന്റെ റേഞ്ച് എന്തായിരിക്കും? കോഡൊമൈൻ ഈക്വൽ ആയിരിക്കും. ആരുടെ? ഈ ഫംഗ്ഷന്റെ. അപ്പോൾ ഒരു ഫംഗ്ഷന്റെ കോഡൊമൈൻ എങ്ങനെ കണ്ടെത്തുക? ഒരു ഫംഗ്ഷൻ എവിടെ നിന്ന് എങ്ങോട്ടാണോ ഡിഫൈൻ ചെയ്തത്, എക്സ് എന്ന് വൈയിലേക്കല്ലേ, ആ വൈ ആണ് ആക്ച്വലി നമ്മൾ എന്ത് പറയുക? കോഡൊമൈൻ എന്ന് പറയുക. അതായത് രണ്ടാമത്തെ സെറ്റ്, എവിടെ നിന്ന് എങ്ങോട്ടാണോ പോയത് രണ്ടാമത്തെ സെറ്റാണ് കോഡൊമൈൻ. അപ്പോൾ ഇവിടുത്തെ കേസിൽ ഈ ഫംഗ്ഷൻ ഓൺ ടു ആകണമെങ്കിൽ റേഞ്ച് ഓഫ് എഫ് ആർക്ക് ഈക്വൽ ആകണം? റേഞ്ച് ഓഫ് എഫ് ഈസ് ഈക്വൽ ടു കോഡൊമൈൻ ആയിട്ടുള്ള വൈ എന്ന് പറയുന്ന സെറ്റിന് ഈക്വൽ ആകണം. ഒരു കൺസെപ്റ്റ് പഠിച്ചല്ലോ. ഇനി ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കാണാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ അത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ്. ഒരുപാട് ചോദ്യങ്ങൾ വരാറുണ്ട്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ചെയ്ത് പഠിച്ചോ. ഈ ഫംഗ്ഷൻ 1 1 ആൻഡ് ഓൺ ടു ആണെന്ന് പ്രൂവ് ചെയ്യാനുണ്ടാകാറുണ്ട്. അത് നമുക്ക് വേറെ ചെയ്യാം. നിങ്ങൾ ഈ ഒരു ഫംഗ്ഷന്റെ ഇൻവേഴ്സ് എങ്ങനെ വളരെ സിമ്പിളായിട്ട് കണ്ടെത്തും എന്നുള്ളത് മനസ്സിലാക്കി വെക്കാം. നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്താണെന്നറിയോ? ഈ എഫ് ഓഫ് എക്സ് എന്ന് പറയുന്ന അതിനെ വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. അതായത് ഫംഗ്ഷനെ സാധാരണ രീതിയിൽ നമ്മൾ വൈ എന്നും റെപ്രസെന്റ് ചെയ്യാറുണ്ട്. എന്നിട്ട് ഇത് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞൊരു എക്സ്പ്രഷൻ ആക്കി മാറ്റുക. അതായത് വൈയുടെ ടേമിൽ എഴുതുക എന്ന് നമ്മൾ പറയാം. ഓക്കെ, ഇവിടെ ഫംഗ്ഷൻ ഇപ്പോൾ എക്സിൻ്റെ ടേമിലാണുള്ളത്, എഫ് ഓഫ് എക്സ്, എക്സിൻ്റെ ടേമിലുള്ള ഫംഗ്ഷൻ. നമ്മൾ ആ എഫ് ഓഫ് എക്സ് എന്നുള്ളതിന് വൈ എന്ന് എഴുതിയാലും നോ പ്രോബ്ലം. എന്നിട്ട് ഇത് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ആക്കി മാറ്റുക. അതിനെന്താ ചെയ്യേണ്ടത്? എക്സ് ഉള്ളതൊക്കെ ഒരു ഭാഗത്ത് വരണം. അപ്പോൾ ഞാൻ ഈ -4x ഇങ്ങോട്ട് എടുത്തിട്ട് അപ്പോൾ +4x ആയി. ഈ +y അങ്ങോട്ട് പോയാൽ 3 - y ആയി. ഇനി എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുന്ന സമയത്ത് ഈ *4 ഇങ്ങോട്ട് വരുന്ന സമയത്ത് /4 ആയി. 3 - y/4. ഇനി നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഇൻവേഴ്സ് കണ്ടെത്താൻ വേണ്ടിയിട്ട് ഒന്നുമില്ല. ഈ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ എഴുതിയതില്ലേ, ഇത് വൈയുടെ ടേമിലല്ലേ ഈ എക്സ്പ്രഷൻ എഴുതിയത്. ഇൻവേഴ്സ് കാണണമെങ്കിൽ ഇവിടെ വൈക്ക് പകരം, അതായത് എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ എഴുതിയ ഈ എക്സ്പ്രഷനിൽ വൈക്ക് പകരം എക്സ് റീപ്ലേസ് ചെയ്താൽ മതി. അപ്പോൾ ഇത്രയുള്ള പരിപാടി. ഇങ്ങനെയാണ് ഒരു ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കാണുക. അപ്പോൾ ചെയ്യേണ്ട കാര്യം വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. വൈ ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയതിൽ അവിടെ എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതുക. എക്സ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് എഴുതിയിട്ട് നിങ്ങൾ അതിലുള്ള വൈയുടെ ടേം റീപ്ലേസ് ചെയ്തിട്ട് എക്സ് എന്ന് കൊടുത്താൽ ആ ഫംഗ്ഷൻ്റെ ഇൻവേഴ്സ് കിട്ടി. സിമ്പിൾ ചോദ്യം. ആൻഡ് അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്ത്